Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ലിവർപൂൾ മലയാളി ഹിന്ദു സമാജം നടത്തുന്ന ഈ വർഷത്തെ അയ്യപ്പ വിളക്ക് ജനുവരി 10 കാർഡിനൽ ഹീനൻ സ്കൂളിന്റെ ഹാളിൽ നടത്തുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ലിവർപൂളിന്റെ മണ്ണിൽ ആദ്യത്തെ അയ്യപ്പ വിളക്കിന് തിരിതെളിഞ്ഞത് 3 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ വർഷത്തെ അയ്യപ്പ വിളക്കിന് ലിവർപൂൾ മലയാളി ഹിന്ദു സമാജം നാദതരംഗിണി ഭജന ടീമിന്റെ ഭജനയും ഉണ്ടാകുമെന്ന് ഭക്തിപൂർവ്വം അറിയിക്കുന്നു. 2026 ജനുവരി 10 ശനിയാഴ്ച നടക്കുന്ന ഈ മഹോത്സവം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളാൽ സമൃദ്ധമാണ്. കലിയുഗവരനായ അയ്യപ്പന്റെ ദിവ്യാനുഗ്രഹം പ്രാപിക്കുന്നതിനായി ഭജനകളും പൂജകളും ദീപാരാധനയും അന്നദാനവും ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾ ഭക്തിപൂർവ്വം നടത്തപ്പെടുന്നു. സ്ഥലം കാർഡിനൽ ഹെനൻ സ്പോർട്സ് സെന്റർ, ഹനീഷ് ഗ്രീൻ ലൈൻ, ലിവർപൂൾ L12 9HZ. സമയം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ലിവർപൂൾ മലയാളി ഹിന്ദു സമാജവുമായി ബന്ധപ്പെടുക. ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഗ്രീൻലാൻഡും ഡെൻമാർക്കും മാത്രമാണെന്ന് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ BBC-യോട് പറഞ്ഞു. ദേശീയ സുരക്ഷയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്ന് പ്രസിഡന്റ് ട്രംപ് വീണ്ടും പറഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഡാനിഷ് പ്രദേശം അമേരിക്കയുടെ ഭാഗമായി മാറുന്നതിന്റെ സാധ്യത US പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലെ മുതിർന്ന അംഗങ്ങളും ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രിയും വാരാന്ത്യത്തിൽ ഈ ആശയം ശക്തമായി നിരസിക്കുകയും ചെയ്തു. ട്രംപിന്റെ പുതിയ അഭിപ്രായങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നിൽസൺ ഇപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. ദ്വീപിനുമേലുള്ള US നിയന്ത്രണത്തെ ഒരു ഫാന്റസി എന്ന് വിശേഷിപ്പിച്ചു. അതേസമയം ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ ഡെൻമാർക്ക് രാജ്യത്തിലെ 3 രാജ്യങ്ങളിലൊന്നിനെയും കൂട്ടിച്ചേർക്കാൻ US-ന് അവകാശമില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രസിഡന്റ് ട്രംപിനോട് ഗ്രീൻലാൻഡിനെ കൈവിടരുത് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ സർ കെയറിന്റെ പ്രതികരണം നിർണായകമായിരുന്നു. കാരണം പലപ്പോഴും നയതന്ത്രത്തിൽ ഉത്തരങ്ങൾ നൽകേണ്ടത് വളരെ സൂക്ഷ്മമായാണ്. അതെ, അദ്ദേഹം മറുപടി പറഞ്ഞു. ഗ്രീൻലാൻഡും ഡെൻമാർക്ക് രാജ്യവും ഗ്രീൻലാൻഡിന്റെ ഭാവി തീരുമാനിക്കണം. ഗ്രീൻലാൻഡും ഡെൻമാർക്ക് രാജ്യവും മാത്രമേ അത് തീരുമാനിക്കാവൂ എന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞുറപ്പിച്ചു. ഡെൻമാർക്ക് യൂറോപ്പിലെ ഒരു അടുത്ത സഖ്യകക്ഷിയാണ്. നാറ്റോ സഖ്യകക്ഷിയാണ്. ഗ്രീൻലാൻഡിന്റെ ഭാവി ഡെൻമാർക്ക് രാജ്യത്തിനും ഗ്രീൻലാൻഡിനും വേണ്ടിയുള്ളതായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഗ്രീൻലാൻഡിനും ഡെൻമാർക്ക് രാജ്യത്തിനും മാത്രമായിരിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാതെ തന്നെ അവരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കാൻ അനുവദിക്കുന്ന പുതിയ അധികാരങ്ങൾ പ്രാബല്യത്തിൽ വന്നു. യുകെയിലേക്ക് ചെറിയ ബോട്ട് ക്രോസിംഗുകൾ സംഘടിപ്പിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം ശേഖരിക്കാൻ ഇത് സഹായിക്കുമെന്ന് സർക്കാർ അറിയിക്കുന്നു. കെന്റിലെ മാൻസ്റ്റൺ മൈഗ്രന്റ് പ്രോസസിംഗ് സെന്ററിൽ തിങ്കളാഴ്ച മുതൽ പിടിച്ചെടുക്കൽ ആരംഭിക്കുമെന്ന് ഹോം ഓഫീസ് അറിയിച്ചിരുന്നു. ഉപകരണങ്ങളിൽ നിന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ ഡൌൺലോഡ് ചെയ്യാൻ ആവശ്യമായ സാങ്കേതികവിദ്യ ഓൺസൈറ്റിൽ സജ്ജമാക്കി. ഫോണുകൾ തിരയുന്നതിനായി കുടിയേറ്റക്കാർ അവരുടെ കോട്ട് ഊരിവെക്കണമെന്ന് ആവശ്യപ്പെടാനും സിം കാർഡുകൾക്കായി അവരുടെ വായിൽ പരിശോധന നടത്താനും ഉദ്യോഗസ്ഥർക്ക് കഴിയും. ശേഖരിക്കുന്ന വിവരങ്ങൾ കള്ളക്കടത്ത് സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കുമെന്ന് ദേശീയ ക്രൈം ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തി സുരക്ഷാ മന്ത്രി അലക്സ് നോറിസ് പറഞ്ഞത്, നമ്മുടെ അതിർത്തികളിൽ ക്രമസമാധാനവും നിയന്ത്രണവും പുനഃസ്ഥാപിക്കുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അതായത് ഈ മാരകമായ വ്യാപാരത്തിന് പിന്നിലുള്ള മനുഷ്യക്കടത്ത് ശൃംഖലകളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അർത്ഥമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് ഈ നീച സംഘങ്ങളെ മുമ്പത്തെക്കാളും വേഗത്തിൽ തടയാനും തടസ്സപ്പെടുത്താനും തകർക്കാനും അവരുടെ വിതരണ ശൃംഖലകൾ മുറിച്ചു കളയാനും ശക്തമായ കുറ്റകൃത്യങ്ങളുള്ള ശക്തമായ പുതിയ നിയമങ്ങൾ ഞങ്ങൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദി അപ്രന്റീസ് എന്ന TV ഷോയിലെ ഒരു മുൻ മത്സരാർത്ഥി സോഷ്യൽ മീഡിയയിൽ ജൂതവിരുദ്ധവും വംശീയവും ലൈംഗികത നിറഞ്ഞതുമായ പോസ്റ്റുകളുടെ ഒരു പരമ്പര അയച്ചതായി മെഡിക്കൽ ട്രൈബ്യൂണലിനെ അറിയിച്ചു. ഷെഫീൽഡിൽ നിന്നുള്ള ഡോക്ടർ ആസിഫ് മുനാഫ് 2023 ഒക്ടോബർ മുതൽ 2025 ജൂലൈ വരെയുള്ള കാലയളവിൽ വിവിധ തീയതികളിൽ തന്റെ എക്സ് അക്കൌണ്ടിൽ നിന്ന് ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തതെന്നും അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുകയും വീണ്ടും റീഷെയർ ചെയ്യുകയും ചെയ്തതായി പറയപ്പെടുന്നു. 2024 ദി അപ്രന്റീസ് പതിപ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ സെമിറ്റിക് വിരുദ്ധ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്തതായി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ദി അപ്രന്റീസ് യു ആർ ഫയർഡിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ട്രൈബ്യൂണലിൽ ഹാജരായിട്ടില്ലാത്തതും നിയമപരമായി പ്രതികരിക്കപ്പെടാത്തതുമായ 37കാരൻ മുൻ ഹിയറിംഗിൽ പോസ്റ്റുകൾ സെമിറ്റിക് വിരുദ്ധമാണെന്ന് നിഷേധിച്ചു. മുഹമ്മദ് ആസിഫ് മുനാഫ് എന്ന പൂർണ്ണനാമത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡോക്ടർക്കെതിരായ മോശം പെരുമാറ്റ ആരോപണങ്ങൾ തിങ്കളാഴ്ച ജനറൽ മെഡിക്കൽ കൌൺസിൽ വിശദീകരിച്ചു. ജെയിംസിന്റെ അഭിപ്രായത്തിൽ ഹോളോകോസ്റ്റ് നിഷേധം, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ, ജൂതന്മാരെ നാസിസവുമായി തുലനം ചെയ്യുന്ന വാക്കുകൾ എന്നിവയുൾപ്പെടെ നിരവധി സെമിറ്റിക് വിരുദ്ധ പ്രസ്താവനകൾക്ക് മുനാഫ് പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു പോസ്റ്റിനൊപ്പം സ്വസ്തികയ്ക്ക് മുകളിൽ ഡേവിഡിന്റെ നക്ഷത്രം ഉൾപ്പെടെയുള്ള പതാകയുടെ ചിത്രമുണ്ടെന്ന് GMCയുടെ അഭിഭാഷകയായ ഹാരിയറ്റ് ടീഗെ പറഞ്ഞു. ബോക്സർ ഫ്ലോയിഡ് മെയ്വെതറിനെ വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു കമന്റ് മുനാഫ് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തു. മറ്റൊരു പോസ്റ്റിൽ മുനാഫ് ലൈംഗികത നിറഞ്ഞ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുകയും ചില തൊഴിലുകളിൽ ലിംഗഭേദം പരിമിതപ്പെടുത്തണമെന്ന് വാദിക്കുകയും ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തെ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കുന്ന കാര്യത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമത്. 2022 ജൂലൈ മുതൽ ഇതാണ് സ്ഥിതി. നിലവിൽ 6 ഗഡുക്കളിലായി ആകെ 15% DA ആണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ളത്. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം DA വിതരണത്തിൽ കൃത്യത പാലിക്കുമ്പോഴാണ് കേരളം ഈ കാര്യത്തിൽ വിമുഖത കാട്ടുന്നത് എന്നാണ്
പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയധികം കാലം ക്ഷാമബത്ത മുടങ്ങുന്നത്. സർക്കാർ നടപടിക്കെതിരെ ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ അംബാസിഡറിന് തുല്യമായ പദവി തിരുവനന്തപുരം MP ശശി തരൂരിന് വാഗ്ദാനം ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ആലോചന മുറുകുന്നു. അടുത്തിടെയായി കേരളത്തിലും ഡൽഹിയിലും പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസ് അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. 4 തവണ തിരുവനന്തപുരം MP ആയ ശശി തരൂരിന് കൂടുതൽ റോൾ നൽകാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നതിനിടെയാണ് നേതൃത്വത്തിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ഡൽഹിയിൽ ക്യാബിനറ്റ് റാങ്കോടെ അംബാസിഡറിന് തുല്യമായ പദവി വാഗ്ദാനം ചെയ്ത് തരൂരിനെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് നേതൃതലത്തിൽ ചർച്ച കടന്നുവരുന്നതായി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ഔദ്യോഗിക തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തലത്തിൽ ആഭ്യന്തര ഐക്യം പുനഃസ്ഥാപിക്കാൻ മുതിർന്ന നേതാക്കൾ പരിശ്രമിച്ച് വരികയാണ്. ഇപ്പോൾ ശബരിമലയിലെ നടപ്പന്തലിൽ മുസ്ലിങ്ങളുടെ പച്ചക്കൊടി ഇരുമ്പ് തൂണിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതായി പരാതി. ഈ പച്ചക്കൊടിയിൽ ചന്ദ്രക്കല, നക്ഷത്രം എന്നിവ ഉള്ളതായും പറയുന്നു. ഇതിന്റെ വീഡിയോകളും ലഭ്യമാണ്. ചില യൂട്യൂബ് ചാനലുകൾ ഇവ പുറത്തുവിട്ടിരിക്കുകയാണ്. അയ്യപ്പന്മാർ നടപ്പന്തലിലൂടെ തിക്കിത്തിരക്കി പോകുന്നത് കാണാം. അവിടെ നടപ്പന്തലിന് താങ്ങ് നൽകുന്ന ഇരുമ്പ് തൂണുകളിലൊന്നിൽ ഈ കൊടി പാറിപ്പറക്കുന്നത് കാണാം. തൂണിനോട് ചേർന്ന് കെട്ടിയ നിലയിലാണ് ഈ കൊടി. കോടിക്കണക്കിന് ഭക്തർ വന്നു പോകുന്ന കേന്ദ്രസേനയുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ശബരിമലയിലാണ് പാകിസ്ഥാന്റേതിനോടും മുസ്ലിം ലീഗ് പാർട്ടിയുടേതിനോടും സാമ്യമുള്ള ഈ കൊടി കാണപ്പെട്ടത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഞായറാഴ്ച ക്രാവൻ കോട്ടേജിൽ നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂളിനെതിരെ 2-2 എന്ന ആവേശകരമായ സമനിലയിൽ പിരിഞ്ഞതിനു ശേഷം ഫുൾഹാമിന് അർഹമായ പോയിന്റ് ലഭിച്ചു. കളിയിൽ നാടകീയമായ വഴിത്തിരിവുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് അവസാന മിനിറ്റുകളിൽ ഇരു ടീമുകളും വൈകി ഗോളുകൾ നേടി ആരാധകരെ ഇരുവരെയും ഇരുത്തി നിർത്തി. 16-ാം മിനിറ്റിന്റെ തുടക്കത്തിൽ മുൻ ലിവർപൂൾ താരം ഹാരി വിൽസൺ റൗൾ ജിമിനസിന്റെ അസിസ്റ്റിൽ നിന്ന് ഗോൾ നേടിയതോടെ ഫുൾഹാം ലീഡ് നേടി. VAR പരിശോധനയിൽ ഗോൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇടത് കാൽ ഷോട്ട് താഴത്തെ കോർണറിലെത്തി. രണ്ടാം പകുതിയിൽ ലിവർപൂൾ പ്രതികരിച്ചു. VAR റിവ്യൂവിന് ശേഷം 56-ാം മിനിറ്റ് ബ്രാഡ്ലിയുടെ പാസിൽ നിന്ന് ഫ്ലോറിയൻ വിഡ്സ് സമനില നേടി. 122.20 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം.